ഹെൽത്ത് ഇൻഷുറൻസിന്റെ ക്ലെയിം റീഇംബേഴ്സ്മെന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ പോകുന്നത്. പാർട്ട് എ എന്ന ഈ ഭാഗം, ഇതിൽ നിർബന്ധമായിട്ടും ക്ലെയിം രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്പർ ഫില്ല് ചെയ്യണം. തുടർന്ന് പ്രൊപ്പോസർ ആരാണോ ആളുടെ പേര്, ആളുടെ അഡ്രസ്സ്, പോളിസിയുടെ നമ്പർ. അടുത്ത പേജിൽ വരുന്ന പേഷ്യന്റ് ആയിരിക്കുന്ന ആളുടെ പേരും ആളുടെ വയസ്സും ആളുടെ പ്രൊപ്പോസർ ആയിട്ടുള്ള കണക്ഷനും നമ്മളിത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ രണ്ട് കോളത്തിലും നോയാണ് ടിക്ക് ചെയ്യേണ്ടത്. അതിന്റെ ബാക്ക് പേജിലേക്ക് വരുമ്പോൾ എത്രയാണോ ടോട്ടൽ ബില്ല് അത് കൂട്ടി ഈ ഒരു കോളത്തിൽ എഴുതണം. ഈ ഒരു കോളത്തില് ബാങ്കിന്റെ ഡീറ്റെയിൽസ്, പ്രൊപ്പോസറുടെ ബാങ്ക് ഡീറ്റെയിൽസ്, ഈ ഡിക്ലറേഷനിൽ ഒരു ടിക്ക് മാർക്ക്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ കോളത്തില് പ്രൊപ്പോസറുടെ സിഗ്നേച്ചർ ശ്രദ്ധിക്കുക, പേഷ്യന്റിന്റെ അല്ല, പ്രൊപ്പോസറുടെ സിഗ്നേച്ചർ. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് എ എന്ന് പറഞ്ഞ ഫോമിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പാർട്ട് ബി എന്നുള്ള ഭാഗം ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് ഫില്ല് ചെയ്ത് തരാനുള്ളതാണ്. ഹോസ്പിറ്റലിൽ നിന്ന് അത് ഫില്ല് ചെയ്ത് ഈ ഒരു സെക്ഷനിൽ ഹോസ്പിറ്റലിന്റെ അഡ്രസ്സിലും അതുപോലെ തന്നെ ഡോക്ടറുടെ സീലും സൈനും അതും നമുക്ക് ഇതിൽ വെച്ച് തരും. ഇതോടൊപ്പം ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡിസ്ചാർജ് സമ്മറി, ഫൈനൽ ബില്ല് എന്നിവയുടെ ഒറിജിനലി ഹോസ്പിറ്റലിൽ നിന്ന് സീലും സൈനും മേടിച്ചത്. അതോടൊപ്പം തന്നെ എല്ലാ സ്പ്ലിറ്റ് ബില്ലുകളും, എല്ലാ റിപ്പോർട്ട്സും, ലാബ്, എക്സ്റേ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളുടെ എല്ലാം തന്നെ റിപ്പോർട്ട്സ്, ഡോക്ടർ എഴുതി തന്നിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ്, അതോടൊപ്പം തന്നെ പ്രൊപ്പോസർ ആയിട്ടുള്ള ആളുടെ, പേഷ്യന്റിന്റെ അല്ല, പ്രൊപ്പോസർ ആയിട്ടുള്ള ആളുടെ ആധാർ കാർഡിന്റെയും പാൻ കാർഡിന്റെയും ബാങ്ക് പാസ്ബുക്കിന്റെയും ക്ലിയർ ആയിട്ടുള്ള കോപ്പികൾ, അത്രയും കാര്യങ്ങൾ കൂടെ നമ്മൾ ഈ ഫോമിൽ കൂടെ ചേർക്കണം. അതോടൊപ്പം തന്നെ ട്രീറ്റിംഗ് ഡോക്ടറുടെ വിശദമായിട്ടുള്ള ലെറ്ററോ അതല്ലാന്നുണ്ടെങ്കിൽ ഇൻപേഷ്യന്റ് കേസ് ഷീറ്റ് എന്നുള്ള ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ആ സെറ്റ് പേപ്പറോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഇതോടെ കൂടി ചേർക്കാവുന്നതാണ്. ക്ലെയിം സംബന്ധമായിട്ടുള്ള എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് സംശയങ്ങൾ തീർത്ത് ക്ലെയിം കിട്ടുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാം. താങ്ക്